ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു വീട്ടിൽ വയറിങ് കാര്യങ്ങൾ സ്വന്തം വീട്ടിൽ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച് മോഡുലാർ ടൈപ്പ് സ്വിച്ച് തന്നെ. അതായത് ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് മോഡുലാർ ടൈപ്പ് സ്വിച്ചുകൾ വാങ്ങിക്കുന്നെങ്കിൽ നല്ലൊരു റേറ്റാണ് വരുന്നത്, 35-40 റേറ്റ് വരുന്നുണ്ട്. എന്നാൽ മോഡുലാർ ടൈപ്പ് തന്നെ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഏകദേശം 18 രൂപ തൊട്ട് 22 രൂപ വരുന്ന റേഞ്ച് വരുന്ന സ്വിച്ചുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ വിസ എന്ന് പറയുന്ന മോഡലാണ്, അല്ലെങ്കിൽ വിസ കമ്പനിയുടെ മോഡലാണ്. ഇതിൻ്റെ ഒരു പീസിന് വരുന്നത് 35 ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കിത് മാർക്കറ്റിൽ നിന്നും 17 രൂപ തൊട്ട് 22 രൂപ റേഞ്ചിൽ നമുക്ക് മോഡുലാർ ടൈപ്പ് സ്വിച്ച് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് കണ്ടോ. അത് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വൃത്തികേടെന്ന് പറയാനില്ല. അന്ന് നീറ്റായിട്ട് നമുക്ക് സാധാരണക്കാരൻ്റെ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡുലാർ ടൈപ്പ് സ്വിച്ചുകൾ തന്നെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ സ്ക്രൂ ടൈപ്പ് സ്വിച്ചുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. GMൻ്റെ ആണെങ്കിലും ആങ്കറിൻ്റെ ആണെങ്കിലും ലീഡറിൻ്റെ ആണെങ്കിലും എല്ലാം തന്നെ സ്റ്റാൻഡേർഡിൻ്റെയൊക്കെ ആണെങ്കിലും നമ്മൾ ഉപയോഗിച്ചിരുന്ന സ്ക്രൂ ടൈപ്പാണ്. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ പുതിയ വീടുകൾ വയ്ക്കുന്ന സമയത്താണെങ്കിലും ആ വീടിൻ്റേതായ ഒരു പ്രത്യേകത നിലനിർത്തിക്കൊണ്ട് നമുക്ക് മോഡുലാർ ടൈപ്പ് സ്വിച്ചുകൾ തന്നെ വെക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. എന്നാൽ സാധാരണ സ്വിച്ചുകളെ അപേക്ഷിച്ച് പൊതുവെ കംപ്ലയിൻസും കുറവാണ്. ഈ സ്വിച്ചുകൾ നമുക്ക് വിശ്വസിച്ച് വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, അതിൻ്റെ ക്രാഫ്റ്ററി എന്ന് പറയുന്ന പണ്ട് ക്രാഫ്റ്ററിയുടെ ലോക്ക് സിസ്റ്റമാണ് ഇപ്പോൾ ആവറേജ് വരുന്ന എല്ലാ സ്വിച്ചുകളും തന്നെ കീപ്പ് ചെയ്യുന്നത്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. കർവ്, ഗോൾഡ് മെഡലിൻ്റെ കർവ് വരുന്നുണ്ട്, പിന്നെ ലെഗ്രാൻഡിൻ്റെ മോഡൽസ് വരുന്നുണ്ട്. അതെല്ലാം തന്നെ അതിൽ വരുന്ന ഷീറ്റുകളാണ് സൂട്ടാവുന്നത്. ഇതിപ്പോൾ നമ്മൾ വിസ എന്ന് പറയുന്ന വിനായക് എന്ന് പറയുന്ന കമ്പനിയാണ് വരുന്നത്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. വിസ എന്ന് പറയുന്ന മോഡലാണ് വരുന്നത്. അത് പല ടൈപ്പ് മോഡൽ വരുന്നുണ്ട്. പിയാനോ ടൈപ്പ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ 3-4 ടൈപ്പുകൾ നമുക്ക് വരുന്നുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ കൊടുത്തിരിക്കുന്ന ഷീറ്റാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ ഒരു കവർ കൂടിയാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ആ എക്സ്ട്രാ വരുന്ന കവർ നമ്മൾ എടുത്തു വെച്ചിട്ട് അവസാനം ഫിനിഷിങ് സ്റ്റേജിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഒരു ചെറിയൊരു ഡ്രോബാക്സ് കാണുന്നത്, സാധാരണ പ്ലഗുകളെ അപേക്ഷിച്ച് കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോക്ക് കാര്യങ്ങളൊന്നും തന്നെയില്ല. അതായത് ചൈൽഡ് ലോക്ക് വരുന്ന സിസ്റ്റമാണ്. അത് പെട്ടെന്ന് കുട്ടികളെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് സ്ക്രൂ ഡ്രൈവർ അങ്ങനെയൊക്കെ കുത്താനുള്ള ചാൻസസ് കൂടുതലാണ്. അത് മാത്രമാണ് ഡ്രോബാക്സ് ആയിട്ട് കാണുന്നത്. അത് മാത്രമായിട്ടാണ് കാണുന്നുള്ളൂ. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വേ സ്വിച്ചുകൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ 2 വരകൾ കാണുന്ന പോലെ തന്നെ 2 വേ സ്വിച്ചുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മോഡലും അവൈലബിൾ ആണ്. 1 മോഡ്യൂൾ, 2 മോഡ്യൂൾ, 3 മോഡ്യൂൾ, 4 മോഡ്യൂൾ. നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന എല്ലാം തന്നെ ഇതിപ്പോൾ 1 മോഡ്യൂളാണ് വരുന്നത്. എല്ലാ മോഡലും തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 4 മോഡ്യൂൾ, 6 മോഡ്യൂൾ എല്ലാം തന്നെ വരുന്നുണ്ട്. അത് നമുക്ക് വില കുറഞ്ഞതാണെന്നുള്ളൊരു തോന്നൽ ആവശ്യമില്ല. കാരണം വെച്ചാൽ അത്രയും നല്ല രീതിയിൽ തന്നെ നമുക്ക് സാധാരണക്കാരൻ്റെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന, ധൈര്യമായിട്ട് നമുക്ക് വിശ്വസിച്ച് വെക്കാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ്. ഹൈഫൈ ഒക്കെ റേഞ്ച് വരുന്നത്. ഹൈഫൈ നല്ല മോഡലാണ്. ഹൈഫൈയുടെ തന്നെ ആ റേഞ്ചൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി സ്വിച്ചുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ സ്വിച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വിനായക് എന്ന മോഡൽ കമ്പനിയുടെ തന്നെ വിസ എന്ന് പറയുന്ന മോഡലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.